ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് 2024 കെമിസ്ട്രി സെറ്റ് പരീക്ഷയിലെ ചലഞ്ച് ചെയ്യാവുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ആയിട്ടാണ്. സോളിഡ് പ്രൂഫ് ഉള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റിന്റെ റെഫറൻസും ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് പറയുന്ന പേജും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോളിഡ് പ്രൂഫ് കിട്ടാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം VSCPR തിയറിയുടെ ഒക്കെ ഒരു ചോദ്യത്തിനകത്ത് തെറ്റുത്തരമാണ് LBSന്റെ കീ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ അല്ല. ആ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ XCO3 എന്ന കോമ്പൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു പേജ് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇന്നത്തെ വീഡിയോയിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് സോളിഡ് പ്രൂഫ് ഫ്രം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സെറ്റ് എയില് വന്ന 15ാമത്തെ ചോദ്യം അഥവാ സെറ്റ് ബിയിലെ 105ാമത്തെ ചോദ്യം, sp2 ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ നോർമലൈസ്ഡ് ഫംഗ്ഷൻ ഏതായിരുന്നായിരുന്നു തന്നിരിക്കുന്ന ചോദ്യത്തിൽ. കറക്റ്റ് ഉത്തരങ്ങൾ ഇല്ലായിരുന്നു. കറക്റ്റ് ആൻസർ വരേണ്ടത് 1/√3 2s പ്ലസ് √2/3 PZ 1/√3 2s മൈനസ് 1/√6. 1/√6ന് എങ്ങനെയൊക്കെ നോക്കിയാലും മൈനസ് ആയിരുന്നു സൈൻ വേണ്ടത്. പക്ഷെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് കറക്റ്റ് ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു, ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോ ഇത് കൃത്യമായിട്ട് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി എ മോളിക്കുലർ അപ്രോച്ച് ബൈ മക്വറി ആൻഡ് സൈമൺ എന്നൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്, ഇന്റർനാഷണൽ ഓതേഴ്സിന്റെ ബുക്കാണ്. അതിലെ 10ാമത്തെ ചാപ്റ്റർ ബോണ്ടിങ് ഇൻ പോളി ആറ്റമിക് മോളിക്യൂൾസിലെ പേജ് നമ്പർ 374 ഇത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കുര്യൻ ശർമ്മയ്ക്കകത്ത് ഒരു പ്രിന്റിംഗ് എറർ ഉണ്ട്. ചിലപ്പോൾ അത് നമ്മൾ വെച്ചാൽ ചിലപ്പോൾ മേ ബി ആ ഒരു പ്രിന്റിംഗ് എറർ വെച്ച് നമുക്ക് നമ്മുടെ മാർക്ക് ചിലപ്പോൾ ഡിനേ ചെയ്യാൻ സാധ്യതയുണ്ട്. സൈ SP2 എന്ന് എഴുതിയിട്ട് താഴെ അവർ കൊണ്ടുപോയി സൈ SP3 എന്നാണ് കുര്യൻ ശർമ്മയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഡിനേ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചലഞ്ച് ചെയ്യേണ്ടവര് ഇത് തന്നെ വെക്കാൻ ശ്രമിക്കുക. അപ്പൊ പിന്നെ വേറൊരു കാര്യം, മറ്റുള്ളവർ ചലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് ആരും മാറിയിരിക്കരുത്. എല്ലാവരും തന്നെ ചലഞ്ച് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്ത് നമുക്ക് അവര് ഓക്കെ ആണ് എങ്കിൽ, ഇത്രയും സോളിഡ് പ്രൂഫോട് കൊടുക്കുമ്പോൾ ഓക്കെ ആയേ പറ്റും. അപ്പൊ നമുക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മറ്റൊരാൾ ചെയ്യും അപ്പൊ എനിക്ക് മാർക്ക് കിട്ടുമെന്നും പറഞ്ഞിരിക്കരുത്. നമ്മളുടെ ആവശ്യമാണ് മാർക്ക്. 1 മാർക്കിനോ 0.5 മാർക്കിനോ ഒക്കെ ആ ഒരു ബ്രിമ്മിൽ നിൽക്കുന്നവര് കൃത്യമായിട്ട് ഇത് ചലഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോ ടെക്സ്റ്റ് ബുക്ക് മക്വറിയുടെ ഫിസിക്കൽ കെമിസ്ട്രിയെ മോളിക്കുലാർ അപ്രോച്ചിലുണ്ട്. അപ്പൊ ആ ഓപ്ഷനുമായിട്ട് 15ാമത്തെ ചോദ്യം എങ്ങും മാച്ച് ആവുന്നില്ല. അപ്പൊ ഡിലീഷൻ വരും. സോ ഡിലീഷൻ വന്നാൽ അതനുസരിച്ച് ക്വസ്റ്റ്യൻ നമ്പറിന്റെ എണ്ണം കുറയും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താൽ 120 എത്ര പെർസെന്റ് ആണ് വേണ്ടതെന്നുള്ളത് കൃത്യമായി 119 മാറും. അപ്പൊ പലർക്കും ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ സെറ്റ് എയിലെ 44ാമത്തെ ചോദ്യം, ബി സെറ്റിലെ 14ാമത്തെ ചോദ്യം ഹീമോഗ്ലോബിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൈ സ്പിൻ ലോ സ്പിൻ അങ്ങനെ ഒരു ഇതിൽ വരുന്നുണ്ട്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇത് അജയ് കുമാർ എന്നൊരു ഓത്തറിന്റെ ഓർഗാനോ മെറ്റാലിക് ആൻഡ് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിലെ പേജ് നമ്പർ 9495 ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന പോർഷനകത്ത് കൃത്യമായിട്ട് ഹൈ സ്പിൻ Fe2ഉം ലോ സ്പിൻ Fe2 എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. 3rd പാരഗ്രാഫിലെ പെറൂട്ട്സ് മെക്കാനിസം പറയുന്നിടത്ത് അതിൽ 5ാമത്തെ വരി ഹൈ സ്പിൻ Fe2 ആണ്. ദെൻ അത് കഴിഞ്ഞ് 5ാമത്തെ പാരഗ്രാഫിലെ 4ാമത്തെ വരിയിൽ ലോ സ്പിൻ Fe2 എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പ്രിന്റ് എടുത്ത് അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ പേര് പറയാം, ഓർഗാനോ മെറ്റാലിക് ആൻഡ് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്റർ 9 to 5 അജയ് കുമാർ എന്ന ഓതറിന്റെ ബുക്കാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ സെറ്റ് എയിലെ 27ഉം ബി സെറ്റിൽ അത് 117 വരുന്നത്. ഡിലോക്കലൈസേഷൻ എനർജി ഓഫ് അല്ലൈൽ റാഡിക്കൽ ആൻഡ് അല്ലൈൽ ആനയോൺ എന്നായിരുന്നു ചോദ്യം. ആൻസർ വരേണ്ടത് 0.828 ബീറ്റ ആണ്. ഓക്കെ, 0.828 ബീറ്റ. ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. ഒരു ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു ഇൻകറക്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ടെക്സ്റ്റ് ക്വാണ്ടം കെമിസ്ട്രി 4th റിവൈസ്ഡ് എഡിഷൻ RK പ്രസാദിന്റെ ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലാണ്. അപ്പം ഇതും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. മൊത്തം 3 ചോദ്യങ്ങളാണ് നമുക്ക് സോളിഡ് പ്രൂഫോടുകൂടി ചലഞ്ച് ചെയ്യാവുന്നത്. അപ്പൊ എല്ലാവരും തന്നെ ചലഞ്ച് ചെയ്യുക. കൃത്യമായിട്ട് ചലഞ്ച് ചെയ്താൽ മെയിൻ കീയിൽ വരുമ്പോൾ കീക്ക് മാറ്റം ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടി ബ്രിമ്മിലൊക്കെ നിൽക്കുന്നവർക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും പെർട്ടിക്കുലർ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് ഓർക്കുക. താങ്ക്